ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പാണക്കാട് തറവാട്ടിലെത്തി. കൊടപ്പനക്കൽ വീട്ടിലെത്തിയ അദ്ദേഹത്തെ ഊഷ്മളമായി മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരിച്ചു. പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു. എം.എൽ.എമാരായ എൻ. ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്, കെ.പി.സി.സി. സെക്രട്ടറി വി. ബാബുരാജ് എന്നിവരോടൊപ്പമാണ് സന്ദീപ് പാണക്കാട്ടേക്ക് എത്തിയത്. മലപ്പുറം പാണക്കാട് നിന്ന് പ്രാദേശിക കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളും സന്ദീപിനൊപ്പം എത്തിയിരുന്നു. മലപ്പുറവുമായി പൊക്കിൾക്കൊടി ബന്ധമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ പറഞ്ഞു. മലപ്പുറത്തിന്റെ പാരമ്പര്യം മതനിരപേക്ഷതയുടേതാണ്. ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ കാരണം കൊടപ്പനയ്ക്കൽ തറവാടും പാണക്കാട്ടെ കുടുംബവുമാണെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു. ഇതിനു മുന്നിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ അത്ഭുതത്തോടെയാണ് ഞാൻ ഈ വീടിനെ കണ്ടിട്ടുള്ളത്. ഏതു സമയത്തും ആർക്കും സഹായം ചോദിച്ച് കടന്നു വരാം. ബി.ജെ.പിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഹൃദയവേദനയുണ്ടായിട്ടുള്ളവർക്ക് എന്റെ ഈ വരവ് തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമാകും. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ എന്നെ എത്രത്തോളം സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. താനിരിക്കുന്ന കസേരയുടെ മഹത്വമറിയാത്തവരാണ് സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞത്. കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്, സന്ദീപ് വാര്യർ പറഞ്ഞു. സന്ദീപ് വാര്യരുടെ കടന്നുവരവ് സന്തോഷത്തോടെയാണ് നോക്കി കാണുന്നതെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലെ നിലപാടുകൾ മാറ്റി മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയ ഭൂമിയിലേക്ക് സന്ദീപ് കടന്നു വന്നിരിക്കുകയാണെന്ന് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. ബി.ജെ.പിയാണ് അവസാന അഭയകേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതോടുകൂടി മാറ്റം വരുന്നതെന്നും ഇനി ഇന്ത്യ മുന്നണിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ് വരാൻ പോകുന്നതെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നേരത്തെ മതസാഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ലീഗെന്നും തളിക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഓടിയെത്തിയത് തങ്ങളാണെന്നും പാണക്കാട്ടേക്ക് പോകുന്നത് കെ.പി.സി.സിയുടെ ആവശ്യപ്രകാരമാണെന്നും അദ്ദേഹം ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു. താൻ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചത് മതനിരപേക്ഷ നിലപാടുകളാണെന്നും എന്നാൽ മുൻ നിലപാടുകൾ ബി.ജെ.പിയുടെ ഭാഗമായി നിന്നപ്പോൾ സ്വീകരിച്ചതാണെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ 8:30-യോടെയാണ് സന്ദീപ് വാര്യർ പാണക്കാട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ഗുണമാകുമെന്നാണ് കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ പറയുന്നത്. സന്ദീപിന് പിന്നാലെ കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരാം. സന്ദീപിന്റെ വരവ് താൻ ബി.ജെ.പി. ആകുമെന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ്. കെ.പി.സി.സി. ആവശ്യപ്പെട്ട പ്രകാരമാണ് സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് പോകുന്നത്. മുന്നണിയിൽ വരുമ്പോൾ ലീഗിനെ കൂടി ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. സന്ദീപ് വാര്യരുടെ വരവ് ഗുണമാകും എന്നാണ് പാർട്ടി വിലയിരുത്തൽ.